ഹലോ ഓൾ, നമ്മളിന്ന് നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള ആംഗിൾസ് ആൻഡ് സൈഡ്സ് ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് ഈ രണ്ട് ട്രയാങ്കിളിലെ 3 സൈഡ്സും ഈക്വലാണ് എന്നുണ്ടെങ്കിൽ, 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഓഫ് കോഴ്സ് അതിൻ്റെ ആംഗിൾസും സെയിം ആയിരിക്കും. 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 4 അങ്ങനെ രണ്ട് ട്രയാങ്കിളിലെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ആംഗിൾസും എങ്ങനെയായിരിക്കും, ഈക്വലായിട്ടേ വരുള്ളൂ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സൈഡ്സിൻ്റെ കാര്യമൊന്നും മെൻഷൻ ചെയ്യാതെ രണ്ട് ട്രയാങ്കിൾസിലെ ആംഗിൾസ് മാത്രം ഈക്വലായി കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആവോ എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ആ ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു ആൻഡ് ഇവിടെ 40 ഡിഗ്രിയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, 40 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. സോ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ. ഈ ആംഗിൾ 60 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ ഒബ്വിയസ്ലി അത് എത്രയായിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഞാൻ ആദ്യത്തെ ലൈൻ വരച്ചിരിക്കുന്നത്. ഇനി ഞാൻ അത് മാറ്റിയിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ ലെങ്ത്ത് എടുത്തിട്ട്, 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത് എടുത്തിട്ട് ഒരു ട്രയാങ്കിളും കൂടെ വരയ്ക്കുകയാണ്. 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത് എടുത്തു. ഇതിൽ രണ്ട് എൻസിലായിട്ട് 60 ഡിഗ്രിയും 40 ഡിഗ്രിയും മാർക്ക് ചെയ്യുന്നു. 60 ഡിഗ്രി മാർക്ക് ചെയ്തു, അതുപോലെ 40 ഡിഗ്രിയും മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് 40 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 80 ഡിഗ്രി. ഇവിടെ രണ്ട് ട്രയാങ്കിളിലും ABC അതുപോലെ PQR എന്ന് കൊടുക്കും. ഓക്കെ, ഇവിടെ രണ്ട് ട്രയാങ്കിൾസിലും ആംഗിൾസ് സെയിം ആണ്, പക്ഷേ എന്തല്ല, ഇതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് ഈക്വൽ അല്ല എന്ന് നമുക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P ആണ്, ആൻഡ് ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ Q ആണ്, ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ R ആണ്. സോ 3 ആംഗിൾസും സെയിം ആയതുകൊണ്ട് മാത്രം അത് ഈക്വൽ ട്രയാങ്കിൾസ് ആവില്ല. അങ്ങനെയല്ല, അത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, സോ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നു. അതിൽ ആംഗിൾസ് 3 ആംഗിൾസും സെയിം ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെ പറയുന്ന പേരാണ് സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു സൈഡിൽ ഞാൻ A ആയിട്ടും, ജനറലി 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ വിട്ടോളൂ, ജനറലി ഇവിടെ A ആയിട്ടും, ഈ ഒരു സൈഡിന് B ആയിട്ടും, ഇതിന് C ആയിട്ടും എടുക്കുന്നു. ഇവിടെ P Q R സൈഡിൻ്റെ ലെങ്ത്താണ് ഇത് വെച്ച് മെൻഷൻ ചെയ്യുന്നത്. സോ അങ്ങനെ ഇവിടെ സിമിലർ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ABC അതുപോലെ PQR എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൊരു റിസൾട്ടാണ് ഈ സൈഡ്സിൻ്റെ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് P/A എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, Q/Bക്ക് ഈക്വൽ ആയിരിക്കും, ആൻഡ് ഓൾസോ ദാറ്റ് ഈസ് ഈക്വൽ ടു R/C. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 40 ഡിഗ്രി ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുന്നു, അതുപോലെ ട്രയാങ്കിൾ PQRും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ PQRൽ 40 ഡിഗ്രി ഉണ്ട്, അതുപോലെ 60 ഡിഗ്രി ഉണ്ട്, അതുപോലെ 80 ഡിഗ്രി ഉണ്ട് അല്ലേ. PQRൽ 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് P അല്ലേ. അപ്പോൾ ഞാൻ അവിടെ Pന്ന് മാർക്ക് ചെയ്തു. ഇനി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഇത് Q, Qവും 80. അതുപോലെ 80 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് R.
ഓക്കെ. അതേപോലെ ABC നോക്കുക. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് A, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് B ആൻഡ് 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് R. ഓക്കെ. സോ സിമിലർ ട്രയാങ്കിൾസിൻ്റെ കേസിൽ ഈ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇതെപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ 2 ട്രയാങ്കിൾസ് വിത്ത് ദ സെയിം ആംഗിൾസ് ഇഫ് ദ പെയർസ് ഓഫ് സൈഡ്സ് ഓപ്പോസിറ്റ് equal angles, then shorter lengths are all the same part of the longer one, or longer length are all same times shorter. ഓക്കെ. അതിൻ്റെ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളിവിടെ സിമിലർ ട്രയാങ്കിൾസിൽ പഠിക്കുന്ന ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പറയുന്നത് in triangles with the same angles the sides in the order of length are in the same ratio. Okay. Order correct ആയിരിക്കണം. ഓർഡർ ഓഫ് ലെങ്ത്ത് നമ്മൾ കൃത്യമായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെയിം ആംഗിൾസ് ഉള്ള ട്രയാങ്കിളിൽ സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റും കൂടെ നോക്കി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 105 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. One side of a triangle is 8 cm and the two angles on it are 60 degree and 70 degree. Draw triangle with lengths of sides 1/2 times that of this triangle with the same angles. Okay. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ഒരു സൈഡ് 8 cm ആയിരിക്കണം. 2 ആംഗിൾസ് 60 ഡിഗ്രിയും 70 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ട്രയാങ്കിളാണ് നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ചെയ്യാനുള്ളത് ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ലെങ്ത്സ് ഓഫ് സൈഡ് 1/2 ടൈംസ് ദാറ്റ് ഓഫ് ദിസ് ട്രയാങ്കിൾ ആൻഡ് വിത്ത് ദ സെയിം ആംഗിൾസ്. ആംഗിൾസ് മാറാതെ, ആംഗിൾസ് ഇതേ മെഷർമെൻറ്റ് 60, 70 എടുത്ത് ഈ ട്രയാങ്കിളിൻ്റെ ലെങ്ത് എല്ലാം 1/2 ടൈംസ് മാറ്റി നമുക്ക് എന്ത് ചെയ്യണം? പുതിയൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്ന 8 cm ലെങ്ത്തുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? 60 ഡിഗ്രി 70 ഡിഗ്രി അല്ലേ? അപ്പോൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യണം ആൻഡ് 70 ഡിഗ്രി മാർക്ക് ചെയ്യണം. 60 ഡിഗ്രി 70 ഡിഗ്രി ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ 1/2 ടൈംസ് എടുത്തിട്ടാണ് നമ്മൾ പുതിയൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒന്നും ആലോചിക്കേണ്ട, ഇത്രേ ചെയ്യേണ്ടുള്ളൂ. ഇവിടെ 8 cm ആണല്ലോ സൈഡിൻ്റെ ലെങ്ത്ത്. സോ 8 × 1/2 ചെയ്യാം. ഓക്കെ. 8 × 1/2 എന്ന് പറയുമ്പോൾ ആക്ച്വലി 8 × 1/2 എന്ന് പറയുന്നത് 1 + 1/2 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 × 1 is 8 plus 8 × 1/2 is 8 × 1/2. 2 8 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് വരും. 8 + 4 12 ആണ് കിട്ടുക. ഓക്കെ. അപ്പോൾ 12 cm. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യേണ്ടുള്ളൂ. ആദ്യം 12 cm ലെങ്ത്തുള്ള ഒരു ലൈൻ വരയ്ക്കുക. 12 cm ലെങ്ത്തുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 60 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി 70 ഡിഗ്രി എവിടെ എടുത്ത് വരച്ചാലും നോ പ്രോബ്ലം. ഇവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടെ 70 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഓക്കെ. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു വലിയ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. കുറച്ച് വലിയൊരു ട്രയാങ്കിളാണ്. ഇതാണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ 8 cm 60 ഡിഗ്രി 70 ഡിഗ്രി ഇത്രയും മെഷർമെൻറ്റുള്ള ഒരു ട്രയാങ്കിൾ ആദ്യം എടുക്കുന്നു. അതിൻ്റെ 1/2 ടൈംസ് വലിയൊരു ട്രയാങ്കിളാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ആ ട്രയാങ്കിൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത് 12 cm ആൻഡ് ഇത് 60 ഡിഗ്രി, ഇത് 70 ഡിഗ്രി. ഓക്കെ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.